ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി ചിക്കൻ മന്തി. വളരെ രുചികരമായ ഒരു ചിക്കൻ മന്തി നമുക്ക് വീട്ടിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം. 1 കിലോൻ്റെ ചിക്കൻ മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ. നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്തേക്കണേ. അവിടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അവിടെ ഒന്ന് തൊട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിവിടെ മന്തി തയ്യാറാക്കാനായി ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് മന്തിക്ക് വെട്ടുന്നത് പോലെ വെട്ടി നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും 4 അല്ലി വെളുത്തുള്ളിയും നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ പെരിഞ്ജീരകവും നമുക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. അത് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മന്തി മസാലയാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അത് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വരഞ്ഞെടുത്ത നമ്മുടെ ചിക്കൻ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അടിവട്ടമുള്ള കുറച്ച് ഉയരമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മീതേക്ക് അരച്ചെടുത്ത നമ്മുടെ മന്തി മസാല നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്ക് ഈ മസാലയെല്ലാം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി തുടങ്ങിയിരിക്കുന്നു. ഇതിലേക്ക് 2 ചിക്കൻ സ്റ്റോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ളം തിളക്കാറാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് ബേ ലീഫ് 4 ചീന്തി കഷ്ണങ്ങളാക്കിയതും ഒരു ഉണങ്ങിയ നാരങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ഏലക്കായ, 10 കറാമ്പൂവ്, 4 കഷ്ണം പട്ട, ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചിക്കൻ മസാല എന്തായി എന്നൊന്ന് നോക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല ഒക്കെ പിടിച്ച് നല്ല മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രം മൂടി വെച്ച് നമുക്കൊന്ന് അടുപ്പിലേക്ക് വെക്കാം. തീ 2 സെക്കൻഡ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അരിയുടെ വെള്ളം തിളച്ചോ എന്നൊന്ന് നോക്കാം. ഇവിടെ വന്നപ്പോൾ അരിക്ക് വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ അരി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് അരമണിക്കൂർ കുതിർത്തിയിട്ടതാണ്. ഇത് ഞാൻ തിളച്ച ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അരി കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ ഏത് ബിരിയാണി വെക്കുമ്പോഴും ഇതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യം നോക്കാം. ചിക്കൻ്റെ മൂടി തുറന്ന് നമുക്ക് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ക്യാപ്സിക്കവും സവാളയും അടിയിലേക്ക് പോകുന്ന വിധത്തിൽ നമുക്ക് ഈ ചിക്കനെല്ലാം മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിവിടെ എല്ലാ ചിക്കനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും മറിച്ചിട്ടും ഇത് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു 80% വെന്താൽ മതി. ഈ അരി ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആയതിനാൽ തന്നെ ഒരു 80% മാത്രം വേവിച്ചാൽ മതി. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്കൊന്ന് ഊറ്റി ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് സ്റ്റൗവൊക്കെ ഓഫാക്കി പുറത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ വെന്ത റൈസ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലൊക്കെ ഇതൊന്ന് നിരത്തി കൊടുക്കാം. റൈസ് എല്ലാ ഭാഗത്തേക്കും നമുക്ക് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളകൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് 4 എണ്ണം വെക്കണമെങ്കിൽ വെക്കാം. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ റൈസും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് നിരത്തി ഒന്ന് ഒപ്പമാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളറും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഈ റൈസിൻ്റെ മുകളിലേക്കൊക്കെ വിതറി കൊടുക്കുകയാണ്. ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അങ്ങനെ അത് മാത്രമായി ചെയ്തു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചോറ് മൂടിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ട് അടുപ്പിൻ്റെ മീതേക്കൊന്ന് വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ റൈസ് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഈ റൈസ് മാത്രമായി മാറ്റിയതിന് ശേഷം അതിൻ്റെ മീതേക്ക് ചിക്കൻ നമുക്ക് എടുത്ത് വെക്കാം. ഞാൻ എല്ലാം കൂടി ഒന്ന് കൂട്ടി ചേർക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമായതിനാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ റൈസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്ത് മാറ്റി അതിൻ്റെ മീതേക്ക് ചിക്കൻ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. വളരെ രുചികരമായ ഒരു ചിക്കൻ മന്തിയാണിത്. നിങ്ങൾ തീർച്ചയായും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഞാനിവിടെ മക്കളൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ചിക്കൻ മന്തിയിലേക്ക് ഞാൻ മയോണൈസും ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത റെസിപ്പിയായി ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.